കുറെ പാട്ട് പഠിക്കാം. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഏതൊരു മെറ്റീരിയലിനെയോ ഏതൊരു സാധനത്തെ എടുത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഉള്ള വ്യൂ ആണ് ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഹാർട്ടിന്റെ സെക്ഷൻ ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ടാവും +2-നൊക്കെ. ഹാർട്ടും അതുപോലെ പല DNA-യുടെ സെക്ഷനും ഒക്കെ അതിങ്ങനെ തന്നെ നമ്മളത് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നു അതാണ്. അപ്പൊ ഒരു ബിൽഡിങ്ങിനെ നമ്മളിങ്ങനെ സൈഡായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഓരോ പാർട്സ് ഉണ്ട്. ആ പാർട്സ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പൊ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഒരു ബിൽഡിങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. ഒന്നൊരു സൂപ്പർ സ്ട്രക്ചറും പിന്നെ ഒരു സബ് സ്ട്രക്ചറും, ഇല്ലെങ്കിൽ അതിനെ ഫൗണ്ടേഷൻ എന്നും പറയും. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഈ ഗ്രൗണ്ട് ലെവൽ കണ്ടില്ല, ഈ ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുള്ള സാധനങ്ങളെല്ലാം സൂപ്പർ സ്ട്രക്ചറിലാണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇതേപോലെ നമ്മുടെ ഇത് മറ്റേ ജിയോടെക്കുകാരും സ്ട്രക്ചറുകാരുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യത്തില്. കാരണം ജിയോടെക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൗണ്ടേഷനാണ് ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് നിങ്ങൾ സൂപ്പർ സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഇത്ര ഓർത്താൽ അത് ഈ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ളതിനൊക്കെ നമ്മൾ പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ എന്നും, ഈ ഗ്രൗണ്ട് ലെവലിന് താഴേക്കുള്ളതെല്ലാം എന്താണ് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ സബ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ടിപ്പിക്കൽ ഒരു വീടിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യം നോക്കാം. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു ഫൗണ്ടേഷന് വേണ്ടി നിങ്ങൾക്ക് അറിയായിരിക്കും, വീട് പണിയൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ആദ്യം കുറച്ച് മണ്ണെടുക്കും. നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറെ മണ്ണെടുക്കും. ആ മണ്ണെടുത്തിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കും. നമുക്ക് വേണ്ട ഫൗണ്ടേഷന്റെ വിഡ്ത് അനുസരിച്ചിട്ടുള്ള കുഴി ഉണ്ടാക്കും. ആ കുഴി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു കോൺക്രീറ്റ് ചെയ്യും. അതില് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഏതാ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യില്ല. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിന് പറയുന്ന വേറൊരു പേരാണ് കേട്ടോ, റീഇൻഫോഴ്സ്മെന്റ്. സ്റ്റീൽ ഒന്നും ഇല്ലാതെ വെറും കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ മെറ്റല്, നമ്മൾ ഈ അഗ്രിഗേറ്റ് എന്ന് പറയും ടെക്നിക്കലി പറയുകയാണെങ്കിൽ. നമ്മൾ സാധാ പറയുമ്പോൾ മെറ്റലും അതേപോലെ തന്നെ മണല്, അതിന് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നാണ് പറയുന്നത്, മറ്റേത് കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് പറയുന്നത് ഈ മെറ്റലിന്. അപ്പൊ സാൻഡ്, പിന്നെ വെള്ളം, പിന്നെ നമ്മുടെ സിമെന്റ്, ഇത്രയും മിക്സ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ്. നിങ്ങൾക്ക് അറിയാം, കോൺക്രീറ്റ് ഒക്കെ അറിയാം. ആ കോൺക്രീറ്റ് അതില് ഇതൊന്നും യൂസ് ചെയ്യില്ല, സ്റ്റീൽ ഇടില്ല. സ്റ്റീൽ ഇല്ലാതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കോൺക്രീറ്റ് ഒഴിക്കും. അതിനുശേഷം ഇതിപ്പോ സാധാ ഒരു റെബിൾ ഫൗണ്ടേഷൻ ആണ്. റെബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കല്ല് കെട്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ. കരിങ്കല്ലാവാം. ഈ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഈ സൗത്ത് കേരളയിലോട്ട് വരുമ്പോൾ കരിങ്കല്ലും, പിന്നെ ഈ നോർത്ത് കേരള ആ ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്നത് മറ്റേ വെട്ടുകല്ലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഫൗണ്ടേഷൻ കെട്ടും. ഇത് ഫൗണ്ടേഷൻ കെട്ടും. അതിന്റെ മുകളിൽ ഒരു 2 സ്റ്റെപ്പായിട്ടാണ് ഫൗണ്ടേഷൻ കെട്ടുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഗ്രൗണ്ടിന് ബിലോ ആയിരിക്കും ഈ 2 കെട്ടും. പിന്നെ അതിന് എബോ ആയിട്ട് വീണ്ടും ഒരു കെട്ട് കെട്ടും കല്ല് വെച്ചതിനായിട്ട്. അതിനെയാണ് നമ്മൾ ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസ്മെന്റ് നമുക്ക് നോക്കിയാൽ കാണാം. ബേസ്മെന്റ് കെട്ടിയിരിക്കുന്ന കല്ല് നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ തന്നെ വീട്ടില് ഒരു ബേസ്മെന്റ് കാണും. എന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട് പണി നടക്കുമ്പോ ഇതുണ്ട്, കല്ല് ഇത്രയും കാണുന്നില്ലേ? ആ പോർഷനാണ്. ഈ കർസർ മൂവ് ചെയ്യുന്നൊന്ന് നോക്കാം. ഇതിനെയാണ് ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിയിലോട്ട് ഇതേപോലെ തന്നെ കല്ല് കെട്ടിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് കെട്ടുന്നത്. എന്നിട്ട് ഇത് കെട്ടും. അതിന്റെ മുകളിൽ ഒരു ചെറിയ കോൺക്രീറ്റിംഗ് ചെയ്യും. ഈ നമ്മുടെ ബേസ്മെന്റിന്റെ മുകളിൽ ഉണ്ട് ഒരു ചെറിയൊരു കോൺക്രീറ്റ് കണ്ടോ? ഒരു ചെറിയ 10 mm തിക്നെസ്സിലോ, 10 സെന്റിമീറ്റർ തിക്നെസ്സിലോ 7 സെന്റിമീറ്ററിലോ, അത് അവിടുത്തെ ലോഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ വലിയ വീടൊക്കെ ആണെങ്കിൽ അതിനകത്ത് വലിയ പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്യും. സാധാ വീടാണെങ്കിൽ ചെറിയൊരു കോൺക്രീറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിനെയാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലിന്ത് ഉണ്ട്. ഈ പ്ലിന്തിന്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ വോള് കെട്ടുന്നതും, ബ്രിക്ക് വെച്ച് വോള് കെട്ടുന്നതും, അതേപോലെ തന്നെ ഡോറ് ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ പ്ലിന്തിന്റെ മുകളിലാണ്. പിന്നെ ഈ പ്ലിന്തിന്റെ മുകളിൽ ഈ ഡോറൊക്കെ ആണെങ്കിൽ ഈ ഡോറിന്റെ മുകളിൽ ഒരു ലിൻഡൽ വാർക്കും. ലിൻഡൽ എന്ന് പറഞ്ഞ സംഭവം ഇത് കണ്ടോ? ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഡോറ് വരുന്നതിന് ഏകദേശം ഡോറ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം 2.1 മീറ്റർ എബോ ആണ്. അപ്പൊ ആ 2.1 മീറ്റർ എബോ ഇപ്പൊ നമ്മുടെ വീടിന്റെ ആണെങ്കിലും ഈ നമ്മുടെ ഡോറിന്റെ എബോ ഇങ്ങനെ ഒരു ലിൻഡൽ ബീം കൊടുത്തിട്ടുണ്ട്. ലിൻഡൽ ബീം ഈ
ഫിഗറിലൊക്കെ ത്രൂ ഔട്ട് കൊടുത്തിട്ടില്ല, ആ ബ്രിക്കിന്റെ അവിടം വരെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പം നമ്മളെ നാട്ടിൽ പണി ചെയ്യുന്നത് ഈ ലിൻഡൽ ബീം ത്രൂ ഔട്ട് അങ്ങ് അടിക്കും, ഇങ്ങോട്ടൊക്കെ അതായിരിക്കും. ഒരു 2.1 മീറ്റർ ഹൈറ്റിൽ ചുറ്റും വീണ്ടും ഒരു എന്ത് ചെയ്യും, ബീം കാസ്റ്റ് ചെയ്യും. അതിനെയാണ് ലിൻഡൽ ബീം എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. വേറെ ഇങ്ങനെ ഇരിക്കുക, ഇതിനെയാണ് ലിൻഡൽ ബീം എന്ന് പറയുന്നത്. പിന്നെ ഈ ലിൻഡൽ ബീം കെട്ടിയിട്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും ബ്രിക്കിന്റെ മേസൺറി വരുന്നു. അതിന്റെ മുകളിലാണ് നമ്മൾ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നത്. റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ സ്ലാബ് ഒക്കെ വാർത്തതിന് ശേഷം പിന്നെ നമ്മളൊരു പാരപ്പറ്റും കൂടെ കിട്ടും. അല്ലെ, ഈ പാരപ്പറ്റ് കിട്ടുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികളൊക്കെ ടെറസിൽ വന്ന് കളിക്കുകയാണെങ്കിൽ താഴോട്ട് വീഴാതിരിക്കാനും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ പാരപ്പറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ കമ്പോണൻസ് എല്ലാം. ഇനി ഇവിടെ ഇത്രയാണ് ഗ്രൗണ്ട് ലെവൽ. ഇത് ഗ്രൗണ്ട് ലെവലിന് ബിലോ ആണ് ഈ കുഴിയൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ബേസ്മെന്റ് കിട്ടുമ്പോൾ ഏകദേശം അത് 2 അടിയോളം പൊക്കത്തിലാണ്. 2 അടി 60 സെന്റിമീറ്ററോ ഇല്ലെങ്കിൽ സാധാ 45 സെന്റിമീറ്ററോ 1.5 അടിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിട്ടുന്നത് ഈ ബേസ്മെന്റിന്റെ ഹൈറ്റ്. അപ്പൊ അതിന്റെ നടുക്കെല്ലാം അപ്പൊ എന്തായിരിക്കും, ഗ്യാപ്പ് ആയിരിക്കും. ആ നടുക്ക് ഗ്യാപ്പ് കിടക്കുന്ന സ്ഥലം നമ്മൾ എന്ത് ചെയ്യും, മണ്ണിട്ട് ഫില്ല് ചെയ്യും. ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്യും. ഇതൊക്കെ ഒരു വീട് പണി കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ശ്രദ്ധിക്കാത്ത ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. സാൻഡ് ഫില്ലിംഗ്, ഈ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിനാണ് സാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മുകളിൽ വീണ്ടും ഒരു ചെറിയ കോൺക്രീറ്റ് കൂടെ ചെയ്യും. ഈ സാൻഡ് നമ്മൾ ഈ മണ്ണിട്ടതിന് മുകളിൽ ഒരു ഫ്ലോർ കോൺക്രീറ്റ്. അതിന്റെ മുകളിലാണ് നമ്മൾ പിന്നെ ടൈല്, ഇല്ല മാർബിള്, ഗ്രാനൈറ്റ്, മൊസൈക്ക്, ഇല്ല സാധാ നമ്മുടെ റെഡ് ഓക്സൈഡ് പോലത്തെ ഇതുമെല്ലാം ചെയ്യുന്നത് ഈ ഫ്ലോർ കോൺക്രീറ്റിന്റെ മുകളിലാണ്. ഓക്കെ, ഇത്രയാണ് ഒരു വീടിന് വേണ്ട. പിന്നെ ഈ വെതറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റും കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഫിഗറിൽ. ഇതൊന്നുമില്ല, ഇതിന്റെ മുകളിൽ ഒരു ചെറിയ നല്ല സ്മൂത്ത് ചെയ്ത് അങ്ങ് വാർക്കും. എന്നിട്ട് ആ വാർക്കുന്നതിനകത്ത് നിങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാകും, ഡോക്ടർ ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും. അത് ഇവിടെ ആഡ് ചെയ്യും കേട്ടോ. ഈ വെതറിംഗ് കോഴ്സിനകത്ത് ഈ ഡോക്ടർ ഫിക്സ് ഇറ്റ് ആഡ് ചെയ്യും. ഡോക്ടർ ഫിക്സ് ഇറ്റിന്റെ പല ലിക്വിഡ്സ് ഉണ്ട്. നമ്മൾ പെയിന്റ് അടിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഡോക്ടർ ഫിക്സ് ഇറ്റ് പരസ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഈ സാധനമാണ്. ഇത് കോൺക്രീറ്റിനകത്ത് മിക്സ് ചെയ്യുന്ന ഡോക്ടർ ഫിക്സ് ഇറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിമെന്റ് മിക്സ് ചെയ്യുന്നുണ്ട്, പെയിന്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് എന്താന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതാണ്. വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ഇത് സൊല്യൂഷനാണ് കേട്ടോ, ഒരു കെമിക്കലാണ്. ഈ ഭയങ്കര മണമൊക്കെ ഉള്ള ഒരു കെമിക്കലാണ് ഈ ഡോക്ടർ ഫിക്സിറ്റ്. ഇവിടെ അതേപോലെ പ്ലിന്തിന്റെ മുകളിലും നമ്മൾ ഡോക്ടർ ഫിക്സിറ്റ് ചെയ്യാറുണ്ട്, ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യാറുണ്ട്. അതൊരു ഈ പ്ലിന്തിന്റെ മുകളിൽ ഒരു ചെറിയ ലെയർ ഒരു കോൺക്രീറ്റോ ഇല്ലെങ്കിൽ സിമെന്റിന്റെ ഒരു ഇതിടും. അപ്പൊ ആ മിക്സിനകത്ത് ഈ ഡോക്ടർ ഫിക്സിറ്റും കൂടെ അടിച്ചിട്ടാണ് ഇവിടെ ഇടുന്നത്. ഓക്കെ, എന്തിനാന്ന് പറഞ്ഞാല് ഇവിടെ ഇടുന്നത് മഴ പെയ്യുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും, കുറെ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ചില വീടുകൾ നിങ്ങൾ ചോരുന്ന കണ്ടിട്ടുണ്ടാവും, കോൺക്രീറ്റ് ആണെങ്കിലും ചോരുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെതറിംഗ് കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അത് വാട്ടർ പ്രൂഫിങ് നല്ലപോലെ ചെയ്തത്. അതുപോലെ ഇവിടെ ഈ പ്ലിന്തിന്റെ മുകളിൽ ചെയ്യുന്നത്, ഇവിടെ ചില വീട്ടുകളിൽ പോയാൽ താഴേന്ന് ഇങ്ങനെ ഈർപ്പം വന്നുകൊണ്ടിരിക്കും മുകളിലേക്ക്, വെള്ളത്തിന്റെ നനവ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മുടെ ഈ ലെവലില് പ്ലിന്തിന്റെ ലെവലില് ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുന്നത്. അതേപോലെ ഇച്ചിരി പഴയ വീട്, കോൺക്രീറ്റ് വീടൊക്കെ പറയുന്ന കേസൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ കാണാം ഈ ബാത്റൂമിന്റെ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് വരുന്നത്. അതൊക്കെ ഈ ഡാം പ്രൂഫ് കോഴ്സ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതാണ്. ഇപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ കുറെ കൂടെ പ്രോഡക്ട്സും ഒക്കെ ഇറങ്ങി തുടങ്ങിയത്. വീട്ടിൽ ഈ ഡോക്ടർ ഫിക്സിറ്റ് ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് വീട് പണി ചെയ്യുന്നത്. ഓക്കെ, ഏകദേശമൊക്കെ ഒന്ന് കത്തിയല്ലോ. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് മേജറായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓൾറെഡി പറഞ്ഞു, സൂപ്പർ സ്ട്രക്ചർ എന്നും സബ് സ്ട്രക്ചർ എന്നുമാണ്. നമ്മുടെ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബിലോ ഗ്രൗണ്ട് ലെവലിലുള്ളതിനെയാണ് സബ് സ്ട്രക്ചറിലെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, ഈ സൂപ്പർ സ്ട്രക്ചറിലെ ലോഡ് സോയിലിലേക്ക് കൊടുക്കും. ഓക്കെ, സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് എബോവ് ഉള്ളതൊക്കെയാണ് സൂപ്പർ സ്ട്രക്ചർ. ഇനി ഓരോന്നും. ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിനും പ്ലിന്തിനും ഇടയ്ക്കുള്ള അതിനെയാണ് ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ പോർഷൻ ഇത് ഗ്രൗണ്ട് ലെവലിനും എബോ ആണ് ബേസ്മെന്റ്. വേറെ ഫിഗറും കൂടെ, ഈ ഗ്രൗണ്ട് ലെവലിൽ ഈ കെട്ടിയ കല്ല് കണ്ട, ഈ കല്ലുകളാണ് ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ബേസ്മെന്റ്.
plinth, the top outer edge of basement around the building. ബേസ്മെന്റിന്റെ മുകളിൽ ഒരു കൊടുക്കുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയുന്നത്. ഇത് ഓൾ അറൌണ്ട് ദി ബിൽഡിംഗ് കൊടുക്കാറുണ്ട് പ്ലിന്ത്. ഈ അടിച്ചിരിക്കുന്ന സാധനമാണ് പ്ലിന്ത്. ഞാനൊരു വീഡിയോ കാണിക്കുമ്പോൾ കുറച്ചൊരു ക്ലിയർ. ഇത് ഫുൾ ത്രൂ ഔട്ട് ബിൽഡിംഗ് നമ്മുടെ പ്ലിന്ത് പോകുന്നുണ്ട്. നിങ്ങളുടെ തന്നെ വീട് ഇത് കഴിയുമ്പോൾ ഞാൻ ഒരു ആക്ടിവിറ്റി തരാം. അത് നിങ്ങൾ തന്നെ വീട്ടില് ഫ്രണ്ടിലോട്ട് ഇറങ്ങി നോക്കിയാൽ മതി. നിങ്ങൾ ആ ബേസ്മെന്റ് കഴിഞ്ഞൊരു ചെറിയ പ്രൊജക്ഷൻ കാണാം. ചെറിയ പ്രൊജക്ഷൻ കണ്ടില്ലേ? അതിനെയാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഈ പോർഷനാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്. അടുത്ത ഫ്ലോർ എന്ന് പറഞ്ഞാൽ ടു ഡിവൈഡ് ബിൽഡിംഗ് ഇൻടു വേരിയസ് സ്റ്റോറീസ്. പല നിലകളായിട്ട് തിരിക്കുന്നതിനാണ് ഫ്ലോർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഓരോ നില എന്നേ ഉള്ളൂ. ഇനി ഫ്ലോറിംഗ് തന്നെ എക്സ്പോസ് ദി ടോപ്പ് സർഫസ് ഓഫ് എ ഫ്ലോർ വിത്ത് എ കവറിംഗ്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളിപ്പോ ഇരിക്കുന്ന വീടിന്റെ ഫ്ലോറിംഗ്. നിങ്ങളിപ്പോ ടൈലാണ് വീട്ടിലിട്ടിരിക്കുന്ന ടൈലാണ് നിങ്ങളുടെ ഫ്ലോർ. ആ ടോപ്പ് എക്സ്പോസ്ഡ് സർഫസിനെയാണ് എന്ത് പറയാ? ഫ്ലോറിംഗ് എന്ന് പറയുക. അപ്പൊ ഓരോ വീടിന്റെ ഫ്ലോറിംഗ് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ കോൺക്രീറ്റ്, വെറും സാധാ സിമെന്റ് കോൺക്രീറ്റ് ആവാം. പഴയ വീടൊക്കെയാണ് റെഡ് ഓക്സൈഡ് അങ്ങനെ ആയിരിക്കാം. ചിലത് കുറച്ചുകൂടെ ഇതാണെങ്കിൽ മൊസൈക്ക് ഉള്ള വീടുകളുണ്ട്, പിന്നെ ഗ്രാനൈറ്റ് ഉള്ള വീടുകളുണ്ട്, പിന്നെ മാർബിൾ ഇട്ട വീടുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ട്. അതിനെയാണ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡാം പ്രൂഫ് കോഴ്സ്, എ ലെയർ ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ പ്രൊവൈഡഡ് ഓൺ ടോപ്പ് ഓഫ് ബേസ്മെന്റ് ടു പ്രൊവൈഡ് ഡാംനെസ്. ഈ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഡാംനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലെയർ കൊടുക്കുന്നതിനെയാണ് ഈ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബേസ്മെന്റിന്റെ മുകളിലാണ് കൊടുക്കുന്നത്. ബേസ്മെന്റിന്റെ മുകളിൽ ഓൾറെഡി പ്ലിന്ത് ഉണ്ട്. അതുകൊണ്ട് പ്ലിന്തിന്റെ അവിടെ ആയിരിക്കും എന്ത് കൊടുക്കുക? നമ്മൾ ഈ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കാം. ഇനി സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഫോർ ആക്സസ് ടു ബിൽഡിങ്ങിലേക്കുള്ള ആക്സസിന് വേണ്ടി കൊടുക്കുന്നതാണ് സ്റ്റെപ്പുകൾ. ഇനി വാൾസ് ആൻഡ് കോളംസ്, അത് നിങ്ങൾക്ക് അറിയാം. വെർട്ടിക്കൽ മെമ്പർ ടു സപ്പോർട്ട് ലോഡ് ഫ്രം റൂഫ് ടു ഫൗണ്ടേഷൻ. നമ്മുടെ എല്ലാ ലോഡും വെർട്ടിക്കൽ മെമ്പർ ആണ് ഈ വോളും കോളം എന്ന് പറയുന്ന. എന്ത് ചെയ്യും? ലോഡിനെ ട്രാൻസ്ഫർ ചെയ്ത് ഫൗണ്ടേഷനിലേക്ക് എത്തിക്കും. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതെന്താ, ഇവിടെ ഈ വോളായിരിക്കും എന്ത് ചെയ്യുക? ഇവിടുത്തെ ലോഡ് മൊത്തം, ഈ ബിൽഡിങ്ങിലെ ലോഡ് മൊത്തം എടുത്തിട്ട് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഒരു ബീം കൊടുത്തിട്ടുണ്ട്, ലിൻഡൽ ബീം. ആ ലിൻഡൽ ബീം എന്ത് ചെയ്യും? ഇതിന്റെ മുകളിലത്തെ ഈ ലോഡ് ഉണ്ടല്ലോ, ഈ ഇത്രയും ബ്രിക്കിന്റെ വെയിറ്റ് അത് ഈ സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അതിനെ എന്ത് ചെയ്യും? ബ്രിക്കാണ് താഴേക്ക് എത്തിക്കുന്നത്. ഓക്കെ. ഇനി കോളം, മറ്റേ ഞാൻ പണ്ട് ഒരു RCC ബിൽഡിങ്ങിന്റെ ഫിഗർ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ കോളമാണ് മൊത്തം. ആ വീഡിയോ ഞാൻ കാണിക്കാം, അതിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത ഡോർ ആൻഡ് വിൻഡോ. നിങ്ങൾക്ക് അറിയാം, ടു പ്രൊവൈഡ് ആക്സസ് ടു ഔട്ട്സൈഡ് ആൻഡ് ടു കണക്ട് വിത്ത് ഇന്നർ റൂംസ്. നമുക്ക് വീടിന്റെ വെളിയിലേക്ക് പോകാനുള്ള ആക്സസും തരുന്നു, അതുപോലെ തന്നെ പല റൂംസുമായിട്ട് കണക്ടിവിറ്റിയും തരുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ബേസിക് സിവിലില്. പക്ഷെ ഇത് വായിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഡോർ എന്തിനാ കൊടുക്കുന്നത്? നിങ്ങൾക്ക് വെളിയിലേക്ക് പോകാനും പല റൂമിലേക്ക് പോകാനും ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മളിത് വായിച്ചു നോക്കില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ജസ്റ്റ് ഈ സ്ലൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ടെസ്റ്റിന്റെ PDF കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതുകൂടെ നോക്കാം കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചില ടെസ്റ്റുകളൊക്കെ വാങ്ങിക്കാം. ഇതേപോലെ തന്നെ K2ന്റെ സിലബസിലുള്ള ടെസ്റ്റുകൾ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ചില കോളേജിലൊക്കെ സാറുമാര് തന്നെ ഇറക്കുന്നുണ്ട്. അതേതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാലും മതി. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വായിച്ച് എടുക്കണമെങ്കിൽ കേട്ടോ. പിന്നെ വിൻഡോസിന്റെ എന്താണ് ഉപയോഗം? വിൻഡോ എന്തിനാ നമുക്കറിയാം, വെന്റിലേഷനും ലൈറ്റിങ്ങിനും വേണ്ടിയാണ്. എന്തിനാ? നമുക്ക് വീട്ടിലേക്ക് നല്ല എയർ കിട്ടാനും അതേപോലെ തന്നെ ലൈറ്റിങ്ങിനും വേണ്ടിയാണ് വിൻഡോസ് കൊടുക്കുന്നത്. ഇനി ബീം ആൻഡ് ലിൻഡൽ ഓൾറെഡി പറഞ്ഞു. ബീം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ ആയിരിക്കും, സ്ലാബിന്റെ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള. ലിൻഡൽ എന്ന് പറഞ്ഞാൽ എ ബീം ദാറ്റ് സപ്പോർട്ട് മേസൺറി വർക്ക് ഓവർ ദി ഓപ്പണിംഗ് ഇൻ ദി വോളിലൊക്കെ. നമ്മുടെ വീടിന്റെ തന്നെ നിങ്ങളുടെ അവിടെ വിൻഡോ ഉണ്ടെങ്കിൽ ആ വിൻഡോയുടെ തൊട്ട് മുകളിൽ ഒരു ലിൻഡൽ പോകുന്നുണ്ട്.
ഒരു ലിൻഡൽ ബീം പോകുന്നുണ്ട്. ആ ലിൻഡൽ ബീമിന്റെ ഇതെന്ന് പറഞ്ഞാല് ആ ലിൻഡൽ ബീമിന് മുകളിലേക്കുള്ള നമ്മുടെ എന്താണ് ഈ ബ്രിക്കിന്റെ ലോഡൊക്കെ അതാണ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ലിൻഡൽ ബീം ഇല്ലെങ്കിൽ ആ ബ്രിക്കിന്റെ ലോഡൊക്കെ എന്തെടുക്കണം, നമ്മുടെ ആ വിൻഡോയുടെ ഒക്കെ മുകളിലത്തെ ആ ഫ്രെയിം എടുക്കണം. അത് എടുക്കാൻ പറ്റുമോ? ഇത്രയും ലോഡ് ഇല്ല. ആ വുഡ് എന്ത് ചെയ്യും, ബ്രേക്ക് ആയിപ്പോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബീമും ഉണ്ട്, ലിൻഡൽ ബീമും ഉണ്ട്. ഇതിനെയാണ് ലിൻഡൽ ബീം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഓപ്പണിങ്ങിന്റെ ഇവിടെ കൊടുക്കുന്ന ബീമാണ്. കാരണം ഇവിടെ എന്തോ ഡോറോ വിൻഡോയോ വരാനുണ്ട്. ഇനി ഇത് കണ്ടോ, ഈ സ്ലാബിന്റെ ഇവിടെ ഒരു ബീം കണ്ടോ, ഇതാണ് സാധാ ബീം, ഇതാണ് നോർമൽ ബീം. ഈ ബീം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സ്ലാബിന്റെ വെയിറ്റ് ഇതാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി ടെക്നിക്കലായിട്ട് പോകണ്ട, എത്ര ഓർത്താൽ മതി. സ്ലാബിന്റെ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ബീമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഓപ്പണിങ്സ് വരുന്നിടത്ത് മേസൺട്രിയുടെ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ലിൻഡലാണ്. അത്ര ഓർത്താൽ. ഇനി സൺഷെയ്ഡ്. സൺഷെയ്ഡ് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം എന്താണെന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ എബോ ഗ്രൗണ്ട് ആൻഡ് വിൻഡോസ് ടു പ്രിവെന്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആൻഡ് റെയിൻ ടു റൂംസ്. നമ്മുടെ റൂമിലേക്ക് സൺലൈറ്റും റെയിനും ഒന്ന് ഡയറക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് സൺഷെയ്ഡ്. ഇനി റൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലെ, അത് ഇപ്പൊ ഉള്ളതെല്ലാം കോൺക്രീറ്റ് ആണ് പുതിയ വീടുകളിൽ. പഴയ വീടുകളാണെങ്കിൽ ഓടായിരുന്നു. അതിനും പഴയതാണെങ്കിൽ എന്താ ചില ഓല മെടഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഓടിട്ട വീടുകളും, നമ്മുടെ കേരളത്തിലാണ് ഓടിട്ട വീടുകളും പിന്നെ കോൺക്രീറ്റ് ചെയ്ത റൂഫേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ചിലയിടത്ത് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ട വീടുകൾ കാണും, പിന്നെ അലൂമിനിയം ഷീറ്റ് ഇട്ട വീടുകൾ കാണും, സ്റ്റീലിന്റെ ഷീറ്റ് ഇട്ട വീടുകൾ കാണും. അപ്പൊ ഇതെല്ലാം റൂഫിനകത്ത് വരും. അപ്പൊ റൂഫിന്റെ ഇതെന്ന് പറഞ്ഞാൽ കവർ ദ ബിൽഡിംഗ് ടു പ്രൊട്ടക്ട് ഫ്രം, ഇത് എയർ ആണ് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ട്, എയർ, സൺ, സ്നോ, വിൻഡ് എക്സെട്ര ക്യാൻ ബി സ്ലോപ്പ് ആവാം, കർവ്ഡ് ആവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ഷോർട്ട് മേസൺറി വോൾ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദി റൂഫ്. ഈ റൂഫിന്റെ മുകളിൽ പണിയുന്ന ചെറിയ ഇതിനെയാണ് എന്താ പറയുക, ഇപ്പൊ കർസർ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പാരപ്പറ്റ് എന്ന് പറയുക. അതാണ് പാരപ്പറ്റ്. ഇനി വെതറിംഗ് കോഴ്സ്. വെതറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, മുകളിലത്തെ റൂഫിന് മുകളിൽ നമ്മളൊരു സ്മൂത്തായിട്ടൊരു ചെറിയ ഇത് ചെയ്യും, ഒരു കോൺക്രീറ്റ് ചെയ്യും. ആ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ഈ വെതറിംഗ് കോഴ്സ് എന്ന് പറയാം. സ്റ്റെയർ എന്തിനാ കൊടുക്കുന്നത് നമുക്കറിയാം, യൂസ് ടു ക്ലൈം ഫ്രം വൺ ഫ്ലോർ ടു അനദർ, ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിൽഡിങ്ങിന്റെ കമ്പോണൻസ്. ഓക്കെ, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു വീടിന്റെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അതിനകത്ത് എല്ലാം ലേബൽ ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരെ ഉള്ളത്, ഇവിടെ ഒരു ബേസ്മെന്റ് ഉണ്ടാവും, പിന്നെ അവിടെ ഒരു പ്രൊജക്ഷന്റെ പ്ലിന്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഡോറ്, ഇത് വിൻഡോ. ഇനി മുകളിൽ കൊടുക്കുന്ന ഇതിനെയാണ് എന്ത് പറയുക, സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് സൺഷെയ്ഡ് ആണ്. അതേപോലെ അങ്ങനെ ഓരോ കമ്പോണൻസ് മാക്സിമം. എന്നിട്ട് അകത്തെ ഫ്ലോറിന്റെ ഒരു ഫിഗർ എടുക്കുക, എന്നിട്ട് ആ ഫ്ലോറിങ് എന്താണെന്ന് എഴുതുക. അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇന്ന് തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ ഗ്രൂപ്പിൽ, ക്ലാസ് റൂമിൽ ഇടാം. നിങ്ങൾ ലേബിൾ ചെയ്തിട്ട് ഇന്ന് തന്നെ സബ്മിറ്റും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ഞാൻ അപ്പൊ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പറയാം. മെയിനായിട്ട് കമ്പോണൻസിന്റെ ആ ഫിഗർ നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ആ ഫിഗർ നമ്മൾ പണ്ട് ലെങ്സിന്റെ ഒക്കെ സെക്ഷൻ പഠിക്കുന്ന പോലെ തന്നെ ഇന്റർസെക്ഷൻ വരയ്ക്കുക. അതിനുശേഷം ഇത്ര ഓർക്കുക, സൂപ്പർ സ്ട്രക്ചറും സബ്സ്ട്രക്ചറുമായിട്ടാണ് മെയിൻ ഡിവിഷൻ. ആ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു. എന്നിട്ട് ഏറ്റവും അടിയിൽ ഒരു ഫൗണ്ടേഷന്റെ ഒരു കോൺക്രീറ്റ് കാണും. അതിന്റെ മുകളിൽ 2 ലെയർ ആയിട്ട് ഫൗണ്ടേഷൻ കല്ല് കിട്ടും. അതിന് മുകളിൽ വീണ്ടും ഒരു കല്ലും കൂടെ കിട്ടും, അതാണ് ബേസ്മെന്റ്. അതിന്റെ മുകളിൽ ചെറിയ പ്ലിന്ത് വരും. അതിന്റെ മുകളിൽ ഒരു ഡാം പ്രൂഫ് കോഴ്സ് വരും. അതിന്റെ മുകളിൽ ഡോറ് വരും, ഇല്ലെങ്കിൽ വോള് വരും. എന്നിട്ട് ഡോറിന്റെ ആണെങ്കിൽ ഡോറ് വെച്ചിട്ടുള്ള സെക്ഷൻ നിങ്ങൾ എടുത്താൽ മതി. ഡോറിന്റെ മുകളിൽ എന്തൊരു ലിൻഡൽ വരും. ആ ലിൻഡലിന്റെ മുകളിൽ വീണ്ടും ബ്രിക്ക് മേസൺറി വരും. അതിന്റെ മുകളിൽ റൂഫ് സ്ലാബ് വരും. അതിന്റെ മുകളിൽ പാരപ്പറ്റ് വരും. അങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഓക്കെ,
പിന്നെ ഇവിടെ നമ്മുടെ വെതറിംഗ് ഹോസ് പിന്നെ സ്ലാബിന്റെ പുറത്ത് കാണും. അതുപോലെ തന്നെ മറ്റേ ഫാൻ ഫില്ലിംഗ് കാണും. അതിന്റെ മുകളിൽ ഒരു ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യും, അതിന്റെ മുകളിൽ ഫ്ലോറിംഗ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് കമ്പോണൻസ്. ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ കുറച്ച് വലിയ ബിൽഡിങ്ങിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കല്ല് വെച്ചിട്ടല്ല ഫൗണ്ടേഷൻ കെട്ടിയിരിക്കുന്നത്, അത് കോൺക്രീറ്റ് തന്നെ വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് പ്ലിന്ത് എന്താണ് ബേസ്മെന്റ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാവും. ഞാൻ അതൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. To People's TV. In this video, we will know about basic elements of buildings with the help of examples. First and most important one is foundation. Building activity starts with digging the ground for foundation and then building it. It is the lowermost part of the building. It transfers the load of the building to the ground. Its main functions and requirements are: it distributes the load from the structure to soil evenly and safely. It anchors the building to the ground so that under lateral loads buildings will not move. It prevents the building from overturning due to lateral forces. It gives level surface for the construction of superstructure. After foundation comes plinth. The portion of the wall between the ground level and the ground floor level is called plinth. It is usually of stone masonry. If the foundation is on piles, a plinth beam is casted to support wall above. ഇപ്പൊ ഇവര് കാസ്റ്റ് ചെയ്യുന്ന കണ്ടോ, ഇതിനെയാണ് പ്ലിന്ത് ബീം എന്ന് പറയുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ബേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലെല്ലാം കുഴിയാണ്. ഈ കുഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നത്. അതിനാണ് സാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു വീട് പണി ചെയ്യുമ്പോൾ സൈറ്റിൽ പോയാൽ നിങ്ങൾ വിചാരിക്കും, ആദ്യം ഒരു വീട് പണിയുള്ള സൈറ്റിൽ നിങ്ങൾ പോയി അയ്യോ മുറിക്കൊക്കെ വളരെ ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്, മുറിയൊക്കെ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നും അല്ലെ. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും വീട് പണി നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ പണിത് വരുമ്പോഴത്തേക്ക് നല്ല ഏരിയ കാണും. കാരണം ഈ കുഴി മായത്തൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പെട്ടെന്ന് കണ്ണിന് തോന്നുന്നു ചെറിയ മുറികളാണ് എന്നൊക്കെ ഉള്ള ഫീലിംഗ് വരും. അത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പ്ലിന്തും ബേസ്മെന്റും ഏകദേശം ക്ലിയർ ആയല്ലോ. Floor level. At the top of plinth, a damp-proof course is provided. It is usually 75 mm thick plain concrete course. The function of the plinth is to keep the ground floor above ground level, free of dampness. Its height is not less than 450 millimeters. It is required that plinth level is at least 150 millimeter above the road level, so that connections to underground drainage system can be made. After plinth comes columns and walls. The function of columns is to transfer load of the structure vertically downwards to transfer it to foundation. In other words, a column is a compression member. ഇങ്ങനെയൊക്കെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് കോളം എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ ഫ്ലാറ്റ് ഒക്കെ പണിയുമ്പോ ഇങ്ങനെ മുകളിലേക്ക് കമ്പിയൊക്കെ നീണ്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇനിയാണെങ്കിലും ശ്രദ്ധിച്ചോളൂ, ഇങ്ങനത്തെ നമ്മൾ എന്ത് പറയാ, കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, columns are frequently used to support beams or arches on which the upper parts of the walls or ceilings rest. In architecture, column refers to such a structure element that also has a certain proportional and decorative features. A column might also be a decorative element not needed for structural purposes. Many columns are engaged, that is to say, form part of a wall. Walls can be load-bearing and non-load-bearing as well. Load-bearing walls do the same work as columns do. Non-load-bearing walls performs the following functions also.
It encloses building area into different compartments and provides privacy. It provides safety from burglary and insects. It keeps the building warm in winter and cool in summer. When walls are done, then comes sills, lintels and chhajjas. ഇതിലിപ്പം സില്ല് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല, നമ്മുടെ ആ ഫിഗറിലൊന്നുമില്ല. സില്ല് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ വിൻഡോ, നിങ്ങളുടെ ഇപ്പൊ വീട്ടിലിരിക്കുന്ന വിൻഡോ ഇല്ലേ, ആ വിൻഡോയുടെ ബോട്ടം, ആ വിൻഡോയുടെ താഴത്തെ ആ വശത്തിനെയാണ് സില്ല് എന്ന് പറയുന്നത്. ആ വിൻഡോ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ഒരു പ്രൊജക്ഷൻ കാണും അല്ലെ, നമ്മുടെ ഭിത്തിയുടെ ആ പ്രൊജക്ഷൻ, അതിനെയാണ് സില്ല് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ഛജ്ജ എന്ന് ഉദ്ദേശിക്കുന്നത് സൺഷെയ്ഡിന്റെ തന്നെ വേറൊരു ടൈപ്പ് ആണെന്നേ ഉള്ളൂ. സൺഷെയ്ഡ് എന്ന് തന്നെയാണ് ഈ ഛജ്ജ. A window frame should not be directly placed over masonry. It is placed over 50 mm to 75 mm thick plain concrete core. കണ്ടോ, നമ്മുടെ ഈ വിൻഡോ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സർഫസ് ഇരിക്കില്ലേ, നമ്മള് ഗ്ലാസോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ആ സർഫസ്, ഇപ്പൊ ഈ പൂച്ചട്ടി ഇരിക്കുന്നില്ലേ, ഇതിനെയാണ് സില്ല് എന്ന് പറയുന്നത്. Course provided over the masonry. This course is called as sill. Good grammar and spelling are important, but if you want to write essays that inspire, Lintels are the RCC or stone beams provided over the door and window openings to transfer the load transversely, so as to see that door or window frame is not stressed unduly. The width of lintels is equal to the width of wall, while thickness to be provided depends upon the opening size. Chhajja is the projection given outside the wall to protect doors and windows from the rain. They are usually made with RCC. In low-cost houses, stone slabs are provided as chhajjas. The projection of chhajja varies from 600 mm to 800 mm. Sometimes, drops are also provided to chhajjas to improve aesthetic look and also to get additional protection from sun and rain. Now, another important elements of building are doors and windows. The function of a door is to give access to different rooms in the building and to deny the access whenever necessary. Number of doors should be minimum possible. The size of the door should be of such dimension as will facilitate the movement of the large objects likely to use the door. Windows are provided to get light and ventilation in the building. They are located at a height of 0.75 to 0.9 meters from the floor level. In hot and humid regions, the window area should be 15 to 20% of the floor area. Another thumb rule used to determine the size and the number of windows is for every 30 meter cube of inside volume, there should be 1 meter square window opening. Now when doors and windows are fixed, we move on to the other element, that is floor. Floors are the important component of a building. They give working or useful area for the occupants. The ground floor is prepared by filling brick bats, waste stones, gravel and well compacted with not less than 100 mm sand layer on its top. A lean concrete of 1:4:8, 100 mm thick is laid. On this, a damp-proof course may be provided. Then floor finishing is done as per the requirement of the owner. Cheapest floor finish
for a moderate house is with 20 to 25 millimeter rich mortar cores, finished with red oxide. The costliest floor finish is mosaic or marble finishing. Other floors are usually of RCC finished as per the requirements of the owner. Another important element is roof. Roof is the topmost portion of the building which provides top cover to the building. It should be leak-proof. Sloping roof like tiled and AC sheet give leak-proof cover easily. But they do not give provision for the construction of additional floor. Tiled roof gives good thermal protection. Flat roofs gives provision for additional floors. Terrace adds to the comfort of occupants. Water tanks can be easily placed over the flat roofs. Another important elements are steps, stairs and lifts. Steps give convenient access from ground level to ground floor level. They are required at doors in the outer wall. 250 to 300 mm wide and 150 mm rise is ideal size for steps. In no case the size of two consecutive steps be different. Number of steps required depends upon the difference in the levels of the ground and the floor. The stairs give access from floor to floor. They should consist of steps of uniform sizes. In all public buildings, lifts are to be provided for the conveniences of old and disabled persons. In hostels, G+3 floors can be built without lifts. But in residential flats, maximum floors permitted without lifts is only G+2. Lift is to be located near the entrance. Size of the lift is decided by the number of users in peak hours. Lifts are available with capacity 4 to 20 persons. Another element which gives life to the building is service. Major building services are water supply, sanitation, നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒന്ന് കത്തിയല്ലോ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായോ? ബിൽഡിങ്ങിന്റെ കമ്പോണൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഞാനൊരു അസൈൻമെന്റ് ഇട്ടിട്ടുണ്ട്. അസൈൻമെന്റ് ആക്ടിവിറ്റി എന്നുള്ളൂ, പക്ഷെ ഞാൻ അസൈൻമെന്റ് പോലെ തന്നെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കാണ്ട് മാക്സിമം നിങ്ങൾക്ക് അതിനകത്ത് കമ്പോണൻസ് ലേബൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത് കോപ്പി അടിക്കേണ്ട ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, എന്നിട്ട് ഇടുക. ഗൂഗിളിൽ നിന്നും വീഡിയോ